ഞാനിതുപോലെ രാവിലെ ആദ്യമേ തന്നെ സിനമൺ വാട്ടറിനുള്ള വെള്ളം വെക്കുന്ന കണ്ടിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ രാവിലെ തന്നെ ഇത് കുടിക്കുന്നേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ വേറെ ഒന്നുമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു നേരം നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഫുഡ്, ഡ്രിങ്ക്സ് ഇതൊക്കെ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് വേറെ ഒന്നിനും വേണ്ടിയല്ല, നമ്മൾ നമുക്കായി ചെയ്യുന്ന ഒരു പ്രിക്കോഷൻ. ഓക്കെ. അപ്പൊ ഇന്നത്തെ കാലമല്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ആണെങ്കിൽ പോലും ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസും ഒക്കെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ എന്താണെന്നൊന്നും. ഇതേപോലെ നമുക്ക് കുറച്ച് കുറച്ച് പൊടിക്കൈകളൊക്കെ മാറി മാറി ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ചായ വെച്ചിട്ടുണ്ട് ബാക്കി സിനമൺ വാട്ടറിൽ. പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ അരിക്കുള്ള വെള്ളം തിളച്ച് വന്നപ്പോൾ അതും കൂടെ അതായത് അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലത്തെ കോളിഫ്ലവർ മസാലയിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ അതും മതി നമുക്ക് രണ്ടുപേർക്കും കഴിക്കാനായിട്ട്. അപ്പൊ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചാണ് നെക്സ്റ്റ്. ഉച്ചയ്ക്കുള്ള ലഞ്ച് ചോറ് ഇപ്പൊ അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ചീരയും പരിപ്പും കൂടെ വെക്കാന്ന്. തൃശ്ശൂർ എന്നുള്ള ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നമുക്കറിയാം, പരിപ്പ് കറി നമ്മുടെ ജീവനാണ്, വികാരമാണ് അല്ലെ തൃശ്ശൂർക്കാരുടെ. നമ്മൾ പരിപ്പ് കുത്തിക്കാച്ചു, അത് തന്നെ മതി. പരിപ്പ് കുത്തിക്കാച്ചത് ഉണക്കമീനും, ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ പരിപ്പും ചീര വെക്കും, പരിപ്പും മാങ്ങയും പരിപ്പും ചക്കക്കുരു, അങ്ങനെ അങ്ങനെ നീളുന്ന പരിപ്പ് കൊണ്ടുള്ള പല വിഭവങ്ങൾ. അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി പരിപ്പും ചീരയാണ്. പരിപ്പ് കഴുകിയെടുത്തതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ പാലക് ചീരയും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ സോൾട്ട്, മഞ്ഞപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള കുറച്ച് സോൾട്ട് ചേർത്താൽ മതി, ബാക്കി നമുക്ക് പ്രഷറൊക്കെ പോയിട്ട് പിന്നെ നോക്കുമ്പോൾ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്ത് കുക്കറൊക്കെ അടച്ച് അവിടെ വിസിൽ വരാം. 2 വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല സിമ്പിൾ ഫ്രൈ ആണ്. ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് നല്ല മസാല അതിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. വേറെ ആർഭാടങ്ങളൊന്നുമില്ല. ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും കറിവേപ്പിലോ ഒന്നും ചേർക്കുന്നില്ല, കാരണം നമുക്ക് സമയമില്ല, ഡ്യൂട്ടിക്ക് പോകണം. അപ്പോ നമുക്ക് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. ഉപ്പും മുളകും തന്നെ നല്ലപോലെ അതിൽ വന്നാൽ തന്നെ അതിന്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. ഉപ്പും മുളകും കറക്റ്റ് ആയിട്ട് വരണം മീൻ ഫ്രൈ ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ മീൻ ഒരു വികാരമില്ലാത്ത ഒരു ഫ്രൈ ആയി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ വരാനായിട്ട് നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം. പക്ഷെ ഇതേപോലെ മസാല പുരട്ടിയിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുകയാണെങ്കിൽ നല്ലപോലെ മസാല പിടിക്കുന്നുണ്ടോ. പിന്നെ പരിപ്പറിയുടെ പ്രഷർ പോയപ്പോൾ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളുത്തുള്ളി കട്ട് ചെയ്തതും അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കാച്ചി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതാ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഫിഷ് എല്ലാം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക ഇതേപോലെ. എന്നിട്ട് ഒരു 5 to 8 മിനിറ്റ്സ് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാത്തവർ അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഫിഷൊക്കെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്താ, ഞങ്ങൾ പോയി കഴിക്കട്ടെ. എന്നാ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ കൂടെ ചെയ്യുക. ടാറ്റ, ബൈ ബൈ, സി യു.